ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഈ 48 മണിക്കൂറിനുള്ളിൽ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ദ ഹാങ്ഡ് മാൻ, 10 ഓഫ് സോർട്സ്, 9 ഓഫ് സോർട്സ്, ക്യൂൻ ഓഫ് സോർട്സ്, പിന്നെ അവസാനം നമുക്ക് കിട്ടിയിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസും ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കിയാലോ. ദ ഹാങ്ഡ് മാൻ പറയുന്നു, ഇപ്പോൾ ഒരു പോസ് അല്ലെങ്കിൽ ഒരു ഡിലേ ഫീലിംഗ് ഉണ്ടാകും. ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് പുതിയ പെർസ്പെക്റ്റീവിൽ കാണാൻ ശ്രമിക്കുന്ന ഒരു സമയം. ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇല്ലാതെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരാമെന്നാണ് ദ ഹാങ്ഡ് മാൻ പറയുന്നത്. അടുത്തത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് സോർട്സ് ആണ്. ഒരു പെയിൻഫുൾ റിയലൈസേഷൻ അല്ലെങ്കിൽ എൻഡിങ്. ആരെയെങ്കിലും കുറിച്ച് ഉണ്ടായിരുന്ന ഡൗട്ട്, ബിട്രയൽ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു കാര്യം തീർന്നുവെന്ന തിരിച്ചറിവ് വരാം. ഇമോഷണലായി ഹെവി ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ 10 ഓഫ് സോർട്സ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായി കിട്ടിയിരിക്കുന്നത് 9 ഓഫ് സോർട്സ് ആണ്. ഇത് പറയുന്നു, ഈ എനർജി കൊണ്ട് ഓവർ തിങ്കിങ്, ടെൻഷൻ, സ്ലീപ്ലെസ് തോട്ട്സ് ഉണ്ടാകാം. ഒരു വ്യക്തിയെക്കുറിച്ചോ റിലേഷൻഷിപ്പിനെ കുറിച്ചോ സ്ട്രെസ്സ് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഈ 9 ഓഫ് സോർട്സ് പറയുന്നത്. അടുത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് സോർട്സ് ആണ്. ഇവിടെ നിങ്ങൾ ക്ലിയർ ഡിസിഷൻ എടുക്കുന്ന എനർജിയാണ് കാണുന്നത്. ഇമോഷണലായി ഹേർട്ട് ഉണ്ടായാലും നിങ്ങൾ ലോജിക് ഉപയോഗിച്ച് ഒരു ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്യുകയോ ആരെയെങ്കിലും ഡയറക്റ്റായി ക്വസ്റ്റ്യൻ ചെയ്യുകയോ ചെയ്യാമെന്നാണ് ഈ ക്യൂൻ ഓഫ് സോർട്സ് പറയുന്നത്. അടുത്തത് കിട്ടിയിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 48 അവേഴ്സിൻ്റെ അവസാനം എനർജി ഫോക്കസ് ഓൺ വർക്ക്. അതായത് നിങ്ങൾ ഈ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു മൈൻഡെല്ലാം മാറി നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ഫോക്കസ് ചെയ്യുകയും പ്രാക്ടിക്കൽ മാറ്റേഴ്സ് ആണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യും. അതായത് മൈൻഡ് സ്ലോവിൽ വർക്ക് ചെയ്യാനും റെസ്പോൺസിബിലിറ്റി ആകാനും അല്ലെങ്കിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസാണ് ഈ 8 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത്. അതായത് വർക്ക് ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ തയ്യാറാകുമെന്നാണ് ഈ കാർഡ് പറയുന്നത്. ഓവറോൾ മെസ്സേജ് പറയുകയാണെങ്കിൽ, ആദ്യത്തിൽ ഒരു ട്രൂത്ത് അല്ലെങ്കിൽ റിയലൈസേഷൻ കൊണ്ട് ഇമോഷണൽ സ്ട്രെസ് വരാം. പക്ഷെ അതിലൂടെ നിങ്ങൾ ക്ലാരിറ്റി നേടുകയും പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ഫോക്കസ് മാറുകയും ചെയ്യും. ഇതൊരു ലെസൺ പോലെ വരുന്ന എനർജി ആണെന്നാണ് നമുക്ക് ഈ സ്പ്രെഡുകളിൽ നിന്ന് മനസ്സിലാകാൻ ചെയ്യുന്നത്. അതായത് ഇതാണ് ഇന്നത്തെ റീഡിങ്. എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.